ഗുഡ് ആഫ്റ്റർനൂൺ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഓഫീസ് ടൂറാണ്. ദിസ് ഈസ് മൈ ഓഫീസ് ടൂർ. നമ്മുടെ ഓഫീസിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റഡ് ഹൗസ് എന്നാണ്. നമ്മുടെ ഓഫീസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സീഗള്ളി വൈറ്റ്ഫീൽഡിലാണ്. സോ നമ്മുടെ മെയിൻ കമ്പനി മസ്റ്റഡ് ഹൗസ് ആണ്. മസ്റ്റഡ് ഹൗസിൽ നമ്മൾ എല്ലാ പരിപാടികളും ചെയ്യാറുണ്ട്. വെഡ്ഡിങ്സ് ചെയ്യുന്നതാണ് അതിൻ്റെ വേറെ ബ്രാഞ്ചാണ്. മസ്റ്റഡ് ഹൗസിൻ്റെ തന്നെ വേറെ ബ്രാഞ്ചാണ് മസ്റ്റഡ് വെഡ്ഡിങ്സ്. മസ്റ്റഡ് വെഡ്ഡിങ്സിൽ നമ്മൾ വെഡ്ഡിങ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. മസ്റ്റഡ് ഹൗസിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്, റിയൽ എസ്റ്റേറ്റിന് വേണ്ടി 360 ഡിഗ്രി വീഡിയോസ്, പിന്നെ മോഡൽ ഷൂട്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സോ അതെല്ലാം അവിടെ വിട്. നമുക്ക് നമ്മുടെ ടൂർ കാണാൻ വേണ്ടി പോകാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും വലിയൊരു സോഫ കിട്ടും. ഇതെന്തിനാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഒരു എഡിറ്ററായിട്ടാണ് ജോലി ചെയ്യുന്നത്. സോ ഞാനിവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് മടുത്ത് കഴിയുമ്പോൾ ഞാനിവിടെ വന്ന് കിടക്കാറൊക്കെ ഉണ്ട്. സോ ഞങ്ങൾക്ക് അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഞങ്ങളുടെ മുതലാളി തന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇതെല്ലാം യൂസ് ചെയ്യാം. സോ അതിനാണ് ഇവിടെ ഈ ഒരു ഇത് കൊണ്ട് ഇട്ടേക്കുന്നത് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങളെപ്പോലുള്ള ക്ലയൻസിന് വരുമ്പോൾ ഇരിക്കാൻ വേണ്ടിയാണ് ഈ സാധനം ഇട്ടേക്കുന്നത്. അടുത്തതായി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ക്രിയേറ്റീവ് റൂമാണ്. ദിസ് ഈസ് അവർ ക്രിയേറ്റീവ് റൂം. ഞങ്ങളുടെ ഓണറും ഞങ്ങളുടെ ക്രിയേറ്റീവ് ഡയറക്ടർ അനീഷും ക്യാമറയുടെ പുറകിലുണ്ട്. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. പിന്നെ അവരെല്ലാവരും കൂടെ ഇരുന്നിട്ട് മെയിനായിട്ടുള്ള ക്രിയേറ്റീവ് ഡിസിഷൻസ് എല്ലാം കൂടെ എടുക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. അതുകൊണ്ടാണ് ഇതിനെ ക്രിയേറ്റീവ് റൂം എന്ന് വിളിക്കുന്നത്. പിന്നെ ഞാനിവിടുന്ന് എഡിറ്റ് ചെയ്യുന്ന ഫുൾ വീഡിയോസും ലാസ്റ്റ് പ്രിവ്യൂ ഇവിടെ ഇട്ട് എല്ലാവരും നോക്കിയിട്ടാണ് പുറത്തോട്ട് പോകുന്നത്. സോ ഇതൊരു പ്രിവ്യൂ റൂമും കൂടെയാണ്. ഐ കോൾ ദിസ് ഈസ് ക്രിയേറ്റീവ് റൂം. ഓക്കെ, വെരി സൈലൻ്റ് ആണ്. ഇതൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഒരു സൗണ്ട് പോലും കേൾക്കത്തില്ല. അയ്യോ, ഭയങ്കര സൗണ്ട് കേട്ടിട്ട് അടച്ചപ്പോൾ. പിന്നെ ഉള്ളതാണ് ഞങ്ങളുടെ കഫറ്റേരിയ. ഭയങ്കര സ്മോൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതൊക്കെ ജിഞ്ചർ ടീ എന്നൊക്കെ പറഞ്ഞ കുറേ ടീ ഉണ്ടാക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാനതൊന്നും യൂസ് ചെയ്യാറില്ല. അനീഷ് ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഇടയ്ക്ക് കാണാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഫ്രിഡ്ജുണ്ട്, അങ്ങനത്തെ കുറേ കെറ്റിലും പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നിങ്ങളെ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ കമ്പനിയുടെ പോർട്ട്ഫോളിയോ ആണ്. ഇതാണ് മസ്റ്റഡ് വെഡ്ഡിങ്സിൻ്റെ പോർട്ട്ഫോളിയോ. ഇത് മസ്റ്റഡ് വെഡ്ഡിങ്സിനകത്ത് അവരെടുത്തിരിക്കുന്ന കുറേ ഫോട്ടോസൊക്കെയാണ്. സോ ദേ ആർ അവർ ക്ലയൻസ്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ക്ലയൻസിന് വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സ്ഥലവും ഉണ്ട്. സോ പിന്നെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ കമ്പനിക്ക് കിട്ടിയിരിക്കുന്ന അവാർഡ്സാണ്. പിന്നെ ഇവിടെ ഒരു ഗിറ്റാറൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ വർക്ക് ചെയ്യുമോ? ഇല്ല, ഒട്ടും വർക്ക് ചെയ്യത്തില്ല. ഇതൊന്നും ഞാനങ്ങനെ തൊടാറൊന്നുമില്ല. ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി തൊട്ടതാണ്. പിന്നെ ഇവിടെ ക്രിസ്മസിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഹാലോവീൻ്റെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ശിവലിംഗമുണ്ട്. അങ്ങനെ കുറേ മെനി ഗാഡ്ജറ്റ്സ് ഇവിടെയുണ്ട്. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു സാധനമാണ് ഞങ്ങളുടെ കളർ. ഇതാണ് ഞങ്ങളുടെ മസ്റ്റഡ് ഹൗസിൻ്റെ കളർ. ഞങ്ങൾ ഈ കളർ എപ്പോഴും സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്യാറുണ്ട്. ഫോർ എവരി വീഡിയോസ്, എവരി ഫോട്ടോസ്, ആൻഡ് നമ്മുടെ വെബ്സൈറ്റ്. പിന്നെ ഈ കാണുന്നതൊക്കെ ഈ കളറാണ്. ഓക്കെ, പിന്നെ കുറേ ഇത് ക്യാമറ ഒക്കെ ഉണ്ട്. ഇതൊക്കെ റിയൽ ആണോന്ന് അറിയത്തില്ല. എനിക്ക് കണ്ടിട്ട് അത് ഗാഡ്ജറ്റാണെന്ന് തോന്നുന്നത്. പിന്നെ കഫറ്റേരിയ. ഞാൻ നിങ്ങളെ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് എൻ്റെ വർക്ക് സ്പേസിലേക്കാണ്. വാ നേരെ ഇരിക്കണ, നാണം കെടുത്തല്ലേ. ഇതാണ് എൻ്റെ വർക്ക് സ്പേസ്. ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു വീഡിയോ എഡിറ്ററായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. കുറച്ച് നാളായുള്ളൂ ഞാൻ വീഡിയോ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് വെരി നൈസ് പ്ലേസ്, വെരി ആസ്തറ്റിക് പ്ലേസ്. ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ അടിപൊളിയാണ്, സീരിയസ്ലി. പിന്നെ എൻ്റെ മുതലാളി എനിക്ക് അങ്ങനെ വലിയ ടാർഗറ്റും പരിപാടിയൊന്നും തരാറില്ല. ഞാനിവിടെ എൻ്റെ ഹൗസിലിരുന്ന് വർക്ക് ചെയ്യുന്നത് പോലെയാണ് എപ്പോഴും ഫീൽ ചെയ്യാറ്. സോ വി കോൾഡ് മസ്റ്റഡ് ഹൗസ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ മസ്റ്റഡ് ഹൗസ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മാക് മിനി പ്രോ M4. പഠിച്ചെടുക്കാൻ കുറേ ടൈം എടുത്തു. പിന്നെ ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം. ഇവിടുന്ന് വർക്ക് ചെയ്ത് ഞാൻ മടുത്ത് കഴിയുമ്പോഴാണ് ഞാൻ അവിടെ പോയി ഇരിക്കാറ്, ആ സെറ്റിയിൽ. ഞാൻ അടുത്തതായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ക്രിയേറ്റീവ് ഡയറക്ടർ അനീഷിൻ്റെ സിസ്റ്റമാണ്. ദിസ് ഈസ് അനീഷിൻ്റെ സിസ്റ്റം. അനീഷിൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനീഷിന് മാത്രമേ അറിയത്തുള്ളൂ. അനീഷ് ഇവിടെ മെനി ജോലീസ് ചെയ്യുന്നുണ്ട്. അനീഷ് ഡൺ മെനി വർക്ക്സ് ഹിയർ. അനീഷിൻ്റെ സിസ്റ്റം ഓൾസോ സെയിം മാക് മിനി പ്രോയാണ്. ഐ ഡോണ്ട് നോ അനീഷ് എന്താ ചെയ്യുന്നത്. ഹി ഓൺലി നോസ് അവൻ്റെ വർക്ക്സ് എന്താണെന്നുള്ളത്. പിന്നെ കുറേ അനീഷിൻ്റെ ഹെഡ്ഫോൺസും പിന്നെ DJയുടെ മൈക്കും നമ്മുടെ കുറേ എക്യുപ്മെൻറ്റ്സ് അവിടെ ഇരിപ്പുണ്ടാവും. കുറേ കാർഡ്സ് ഇരിപ്പുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വർക്ക് സ്പേസിലുണ്ടാവുക. പിന്നെ നമ്മുടെ മെയിനായിട്ട് നമുക്ക് വരുന്ന കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട് ഇതിനകത്ത്.
അതെന്തൊക്കെയാണെന്ന് എന്നോട് ചോദിക്കരുത്, കാരണം എനിക്കറിയത്തില്ല. ഞാനിത് അങ്ങനെ അധികം തുറക്കാറില്ല. നമ്മുടെ ഓണറും അനീഷും മാത്രമാണ് അത് തുറക്കാറ്. നമുക്കതിനെക്കുറിച്ച് വലിയ പരിപാടിയൊന്നും അറിയത്തില്ല. സോ എനിക്കിങ്ങോട്ട് വലിയ ആക്സസ് ഒന്നുമില്ല. പിന്നെ കാണുന്നതാണ് നമ്മുടെ മോഡൽ സ്റ്റുഡിയോ. ഞാൻ പറഞ്ഞില്ല മഡ്സ്റ്റഡ് ഹൗസിനകത്ത് ഞങ്ങൾ മോഡൽ ഷൂട്ട് ചെയ്യാറുണ്ടെന്ന്. ഇത് റിമോട്ടിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ താഴോട്ട് വരും. പക്ഷേ എനിക്കതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അനീഷ് ആൻഡ് ഓണർ ഉള്ളി നോസ് ഹൗ ടു യൂസ് ദിസ്. ആൻഡ് ഇതെല്ലാം റിമോട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും എനിക്ക് യൂസ് ചെയ്യാൻ അറിയത്തില്ല. എനിക്ക് ഉള്ളി യൂസ് ചെയ്യാൻ അറിയുന്നത് എൻ്റെ കമ്പ്യൂട്ടറിലിരുന്ന് വർക്ക് ചെയ്യാൻ മാത്രമാണ്. പിന്നെ ഇങ്ങനെ ഇതേപോലെ പ്രസൻറ്റൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് എൻ്റെ ഓവറോൾ ഓഫീസ് വരുന്നത്. വെരി സ്മോൾ സ്പേസ് ആണ്, പക്ഷേ വെരി എസ്തറ്റിക് പ്ലേസ്, ലൈക്ക് എ കഫേ, നോട്ട് ലൈക്ക് ഓഫീസ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുമായിരിക്കും. ഇവിടെ കയറി വരുന്ന ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു എക്സ്പ്രഷനാണ് ഇവിടുന്ന് എപ്പോഴും ഇടാറ്. സോ ഈ ഞങ്ങളുടെ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ഹൗസ് പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ എല്ലാ ദിവസവും മോസ്റ്റ് ഓഫ് ദ ഡേ ഐ വിൽ സ്പെൻഡ് ഹിയർ ബിക്കോസ് ഓഫ് ഞാൻ വർക്കിംഗ് ചെയ്യുന്ന ഇവിടെയാണല്ലോ. അപ്പോൾ ഈ ഇങ്ങനത്തെ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം, ഭയങ്കര സൈലൻ്റ് ആണ്, ഭയങ്കര വർക്ക് ചെയ്യാൻ ഭയങ്കര ആംബിയൻ്റ് ആണ്. പിന്നെ ഞങ്ങളുടെ മുതലാളി ഞങ്ങൾക്ക് അങ്ങനെ ടെൻഷൻ തരാറില്ല. ഹീസ് ലൈക്ക് അവർ ഫ്രണ്ട്. ഞങ്ങളും അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ മുതലാളിയെ ട്രീറ്റ് ചെയ്യാറ്, മുതലാളി ഞങ്ങൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാറ്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഒരു ഹൗസ് പോലെ ഫീൽ ചെയ്യുന്നത്. സോ ഇതാണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത്. ഞങ്ങളുടെ ഓഫീസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ഫീൽഡ് സീഗള്ളി നിന്നാണ്. നിങ്ങൾ വൈറ്റ് ഫീൽഡിൽ നിന്ന് ഹോസ്കോട്ടെ പോകുന്ന റോഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീഗള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് മയൂര ബേക്കറിയുടെ 3rd ഫ്ലോറിൽ നിങ്ങൾക്ക് ഈ ഓഫീസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഞങ്ങളുടെ ബുക്കിങ്സ് എടുക്കാവുന്നതാണ്. ഓക്കെ, അത്രേ ഉള്ളൂ ഗായ്സ് ഇന്ന് എൻ്റെ വീഡിയോ. എനിക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എനിക്കത്ര ഇംഗ്ലീഷ് നന്നായിട്ട് അറിയത്തില്ല. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ, ദാറ്റ്സ് വൈ ലൈക്ക് ദിസ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സഹിച്ചേക്കുക. അടുത്ത വീഡിയോയിൽ ഞാനത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോയുമായി വരാം. അടുത്ത വീഡിയോ ഞാൻ എൻ്റെ കൊളീഗ്സിനെ പരിചയപ്പെടുത്തി തരാം. ഞാൻ ആരാ അനീഷ് എന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ദിസ് ഈസ് അഗസ്റ്റിൻ കെ എ. ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ, മസ്റ്റർഡ് ഹൗസ്. See you tomorrow, next video. Okay, bye bye guys, tata.